ഇനി പറയാനുള്ളത് ഗൂഗിളിൻ്റെ സർവീസാണ്. ഗൂഗിളിനെ ഒന്ന് നമുക്ക് അവരുടെ കസ്റ്റമേഴ്സ് ഒരു ടിക്കറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് എടുക്കും ഇത് ഓൾമോസ്റ്റ്. അപ്പം ഞാൻ ആക്ച്വലി ഒരു ഗൂഗിളിൻ്റെ സർവീസ് അപ്ഡേറ്റ് ചെയ്തിട്ടിട്ട് ഓൾമോസ്റ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സായി. എനിക്ക് ആക്ച്വലി അവർക്ക് അനലറ്റിക്സ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നതല്ലാതെ ഇതിനകത്ത് ഒരു CSV ഫയൽ പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടാൻ എനിക്ക് ആക്ച്വലി അതിൻ്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി തന്നെ ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് എടുത്തു. ഇതെന്താണ് ഈ സർവീസ് തരാൻ ബുദ്ധിമുട്ടെന്നുള്ള ഇതില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും നമ്മുടെ തലയിൽ 2 ലോൺ അടിച്ച് കയറ്റി വെച്ച് തരാൻ ഇവർക്ക് ഭയങ്കര താല്പര്യമായി. എല്ലാ ആളുകൾക്കും ലോൺ വേണോ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാകുമ്പം നമുക്ക് നമ്മുടെ തലയിൽ ലോൺ കെട്ടി വെച്ചിട്ടാണ് ഇവർ ഈ ഇത് അതിന് ലോൺ എടുക്കേണ്ടെന്ന കാര്യം ഉണ്ടെങ്കിൽ എടുത്താൽ പോരെ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരാളുടെ തലയിലേക്ക് ലോൺ എടുത്ത് വെച്ചിരുന്ന് തരുന്നത്? അതിൻ്റെ രീതിയിലാണ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ബിസിനസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അപ്പം നമുക്ക് തരാവുന്ന സർവീസ് ഓൾമോസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അഷുറൻസ് കിട്ടുക, അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ഈ അവർ തന്നെ ഇനിഷ്യലി സെറ്റപ്പ് ചെയ്ത് തന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കിതിനകത്തോട്ട് ഈ 2 സർവീസാണെങ്കിലും ഗൂഗിളിൻ്റെ സർവീസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡിലേ ആണ്. 2 വർഷം 2.5 വർഷം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്സെപ്റ്റബിളേ അല്ല. ഒരു കാര്യം സെറ്റപ്പ് ചെയ്തിട്ട് ഒരു മാസം മാക്സിമം, അതിനുള്ളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണ്ടേ. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സർവീസാണിത്? അത് പിന്നെ ചില കമ്പനികളുണ്ട്, അത് 2 വർഷം ജോലി ചെയ്ത് 2.5 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ബോണ്ട് എടുത്ത് നമ്മുടെ തലയിലെടുത്തിടും. ഈ ബോണ്ട് എന്തിനാണ്? നമ്മളൊരു 2.5 വർഷം ജോലി ചെയ്ത് അവർക്ക് വേണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞ കമ്പനികൾ എന്തിനാണ് നമ്മളെ ബോണ്ട് ഇടുന്നത്? പിന്നെ 3-ാമത്തെ വർഷമാണോ നിങ്ങൾ ബോണ്ട് ഇടുന്നത് ഒരാളുമായിട്ട്? അതിൻ്റെ ഗുഡൻസ് എന്തുവെന്ന് എനിക്കിതുവരേക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റർപ്രണേഴ്സ്ഷിപ്പ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഇവരൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുമെന്ന് പറയും, ബട്ട് ഇതെല്ലാം നമ്മൾ ഷോ ഓഫ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകും. ഇതാണ് അവരുടെ മൈൻഡിൽ. അല്ലാതെ നിങ്ങളുടെ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയെങ്കിലും ഒരു 1 കോടിയോ 1.5 കോടിയോ ലോൺ എടുത്ത് നിങ്ങളുടെ തലയിലെടുത്ത് വെച്ച് നിങ്ങളെ കൊണ്ട് ചുമടെടുപ്പിക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ ഇവരുടെ